ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച ഓർമ്മ ആചരിക്കുന്ന ദിവസം. ദൈവത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം നിറവേറ്റിയ ഈശോ നമ്മെയും പഠിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നാം നിറവേറ്റണം. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള പിതാവിൻ്റെ ഇഷ്ടം നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ സമർപ്പിച്ച്, ദൈവമേ, ഈ പ്രാർത്ഥനയിലൂടെ, ഈ ദൈവവചനത്തിലൂടെ ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു മഹാത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവഹിതം അനുസരിക്കുന്നതിന് വില കൊടുക്കേണ്ടി വരുന്ന ഞങ്ങളുടെ തന്നെ ജീവിതത്തെയാണ്. കർത്താവായ യേശുവേ, നിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നീ കുരിശിൽ തൂങ്ങി മരിച്ചു. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത്, ഞങ്ങളുടെ ബലഹീനതകൾ ഏറ്റെടുത്ത്, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്താൻ, ഞങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ, ഞങ്ങളുടെ എല്ലാ തെറ്റുകളെയും ശരിയാക്കുവാൻ, ഞങ്ങളുടെ അനീതിയെ നീതീകരിക്കുവാൻ നീ ഞങ്ങൾക്കു വേണ്ടി കുരിശുമരണം പ്രാപിച്ച അതിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ ഇന്നത്തെ ദിവസം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റപ്പെടാൻ കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവഹിതം ചെയ്യുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ് എന്ന് ഞങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ പരിത്യജിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നത് എത്ര വേദനാജനകപരമാണ്. എന്നാൽ അത് നാശത്തിൻ്റെ വഴിയല്ല, ജീവൻ്റെ വഴിയായതിനാൽ ഞങ്ങളത് തിരഞ്ഞെടുക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹിതമല്ല, നിൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകണം. നിൻ്റെ ഹിതം നടപ്പിലാകുന്നതിന് ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങളും സൗഖ്യവും ഉണ്ടാകുന്നതിനും ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രാധാന്യം നൽകി നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ത്യാഗം ചെയ്യാൻ നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ ഈശോയുടെ കുരിശിലേക്ക് ബലിയർപ്പിച്ച് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ കർത്താവേ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകും. ഞങ്ങൾക്ക് സൗഖ്യവും അനുഗ്രഹങ്ങളും നൽകും. ഞങ്ങൾക്ക് സന്തോഷം നൽകും. ഞങ്ങളുടെ ജീവനെ പുനരുദ്ധരിക്കും. കർത്താവേ, ഞങ്ങളുടെ ബാധ്യതകളെ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. വേദനയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തീരുമാനങ്ങളെടുക്കാനുള്ള പ്രയാസങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു.
വേദനാജനകമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള ആദി സമർപ്പിക്കുന്നു. മക്കൾക്ക് കൊടുക്കാൻ ഫീസ് കൊടുക്കാൻ പോലും ഇല്ലാതെ സാമ്പത്തിക ദുരിതങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗികളായ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹിതമല്ല നിൻ്റെ ഹിതം ചെയ്യാൻ, നിന്നെ അനുസരിക്കുന്നതിന് എത്രയധികം വില കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കാൻ ഇന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, ഇനി മുതൽ നിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ദുഃഖവെള്ളിയാഴ്ച കർത്താവേ, നീ കുരിശുമരണത്തിലൂടെ നിൻ്റെ ജീവൻ ബലിയർപ്പിച്ചതു കാരണം ഞങ്ങൾക്ക് നീ നേടിത്തന്ന എല്ലാ ദൈവിക അനുഗ്രഹങ്ങളെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ ഇന്ന് പൂർണ്ണമായി ഞങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ബലിയായി തീർന്നതുപോലെ ഞങ്ങൾക്കും പരസ്പരം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുവാൻ ഞങ്ങളുടെ ഇഷ്ടത്തെ നിനക്ക് കാഴ്ചവെക്കുന്നു. നിന്നെ അനുസരിക്കുവാൻ അതെത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾക്കതിന് സാധിക്കണം. നീ ഞങ്ങൾക്ക് നൽകുന്നതെല്ലാം സ്വീകരിക്കുവാനും, നീ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതെല്ലാം അനുസരിക്കുവാനും, നീ കാണിച്ചു തരുന്ന വഴിയെ നടക്കുന്നതിനും, നിന്നോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനും കർത്താവേ, ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈശോ കുരിശിലൂടെ നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന, ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്ന, ഈ പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവകൃപ ധാരാളമായി വ്യാപരിക്കട്ടെ. സൗഖ്യവും സമാധാനവും വ്യാപരിക്കട്ടെ. സമൃദ്ധിയും സമ്പത്തും വ്യാപരിക്കട്ടെ. അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ സകല ജനതകൾക്കും നൽകണമേ. കർത്താവേ, പ്രത്യേകമായി യുദ്ധത്തിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ സമാധാനം ലോകമെമ്പാടും നീ വ്യാപിപ്പിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ദുഃഖവെള്ളിയാഴ്ച ഈശോ കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന സകല അനുഗ്രഹങ്ങളും ഇന്ന് ധാരാളമായി അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, ഭവനത്തിൽ സമാധാനം നിലനിൽക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം എന്നേക്കും നമ്മോട് കൂടെ ഉണ്ടാകട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.